Hello all. Today we are discussing about Planck's quantum theory. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റുദർഫോർഡ് മോഡൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതിനുശേഷം നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പഠിക്കാൻ പോവുകയാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. There are mainly three postulates for Planck's quantum theory. The first one is radiant energy is absorbed or emitted not continuously but discontinuously in the form of small discrete packets called quanta. അതായത് നമുക്കറിയാം ഏതൊരു ആറ്റം അതല്ലെങ്കിൽ ഒരു ആറ്റം ഹിയർ ദിസ് ഇസ് ആൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഏതൊരു ആറ്റം ആയിരിക്കോട്ടെ ആ ഒരു ആറ്റം എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ എനർജി എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജി സ്വീകരിക്കുക, ആൻഡ് എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ചെയ്യുക. ഓക്കെ, ആ എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ എ കണ്ടിന്യൂസ് മാനർ. ഇതൊരിക്കലും ഒരു കണ്ടിന്യൂസ് മാനറിലായിരിക്കില്ല, ഇത് എപ്പോഴും ഒരു ഡിസ്കണ്ടിന്യൂസ് മാനറിലായിരിക്കും, ഓർ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടായിരിക്കും. അതായത് ഒരിക്കലും ഒരു കണ്ടിന്യൂസ് മാനറിലായിരിക്കില്ല, എപ്പോഴും ഒരു ഡിസ്കണ്ടിന്യൂസ് മാനറിലായിരിക്കും. അതാണ് ക്വാണ്ടം തിയറി ഇവിടെ പറയാൻ പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്സിലേക്ക് പോകുമ്പോൾ അത് സിമ്പിളായി മനസ്സിലാകും. സോ ദീസ് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആർ കോൾഡ് ക്വാണ്ട. അതായത് ഈ വേവ് പാക്കറ്റ്സിനെയാണ് ക്വാണ്ട എന്ന് പറയുന്ന ബേസ് ആയിട്ടുള്ള ക്വാണ്ടം തിയറിയുടെ ബേസ് ആയിട്ടുള്ള ക്വാണ്ട എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ് ആർ the amount of energy associated with each quantum is given by expression is equal to h nu, where h is Planck's constant and nu is the frequency of radiation emitted or absorbed. So നമുക്ക് സെക്കൻഡ് പോസ്റ്റുലേറ്റ് നോക്കാം. അതായത് ഈ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് അതായത് ഒരു ആറ്റം അബ്സോർബ് ചെയ്യുകയോ അതുപോലെ തന്നെ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ആ എനർജി ഇല്ലേ, ആ എനർജി ഓൾവേസ് ഈക്വൽ ടു എച്ച് ന്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, this is the expression for energy in quantum theory. Okay, E is equal to h nu. അതായത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എനർജി എപ്പോഴും ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആൻഡ് ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് h ഈസ് ഈക്വൽ ടു h nu, where h is a constant which is given by Planck, so it is called Planck's constant. Its value is 6.626 into 10⁻34 joule second ആണ്. ഇത് നമുക്ക് തേർഡ് ഇയർ വരെ ആവശ്യമുള്ള ഒരു തിയറിയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. സോ എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് എച്ച് ഇസ് 6.626 into 10⁻34 joule second, and thus quantum h nu is the smallest quantity energy that can be emitted or absorbed in the form of electromagnetic radiation. അതായത് ഒരു ആറ്റത്തിന് അബ്സോർബ് ചെയ്യുകയോ അതുപോലെ തന്നെ എമിറ്റ് ചെയ്യാനും പറ്റുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിയുടെ വാല്യൂ ആണ് എച്ച് ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത പോസ്റ്റുലേറ്റ് പറയുമ്പോൾ നമുക്ക് സിമ്പിളായി മനസ്സിലാകും. സോ ദ തേർഡ് പോസ്റ്റുലേറ്റിലേക്ക് നമുക്ക് കിടക്കാം. സോ ദിസ് ഇസ് ദ തേർഡ് പോസ്റ്റുലേറ്റ്. ദ എനർജി അബ്സോർബ്ഡ് or emitted by a body is always an integral multiple of the base unit of quantum equal to h nu. If the energy of the body changes from the value of E1 to E2 by emission or absorption radiation of frequency nu, then E2 minus E1 is equal to nh nu ആയിരിക്കും. സോ തേർഡ് പോസ്റ്റുലേറ്റ് നമുക്ക് നോക്കാം. അതായത് ഒരു ബോഡി ഓർ ഒരു ആറ്റം എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയാണ് എങ്കിൽ ദാറ്റ് എനർജി ഈസ് ഓൾവേസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ എച്ച് ന്യൂ. അതായത് എച്ച് ന്യൂ എന്ന് പറയുന്നത് മിനിമം എനർജി വിച്ച് ക്യാൻ ബി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. ആ മിനിമം എനർജിയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും ദാറ്റ് അബ്സോർബ് ചെയ്യുന്ന എനർജി ഓർ എമിറ്റ് ചെയ്യുന്ന എനർജി. ഓക്കെ, സോ നമുക്കറിയാം ഇഫ് ദ എനർജി ഓഫ് ദ അതായത് നമുക്കറിയാം രണ്ട് എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്, വിച്ച് ഇസ് E1 ആൻഡ് E2. ആ രണ്ട് എനർജി സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ എനർജി. സോ നമുക്കറിയാം ഡിഫറൻസ് ഇൻ എനർജി E2 മൈനസ് E1 വിച്ച് ഇസ് ഓൾവേസ് ഇസ് ഈക്വൽ ടു nh nu ആയിരിക്കും. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഹിയർ ഐ ടേക്ക് 3 എനർജി സ്റ്റേറ്റ്സ്, വിച്ച് ഈസ് ഫസ്റ്റ് വൺ ഈസ് E1, second one is E2, and third one is E3. സോ തേർഡ് പോസ്റ്റുലേറ്റിൽ നമ്മൾ പറഞ്ഞത് അതായത് ഏതൊരു രണ്ട് സ്റ്റേറ്റ്സിന് ഇടയിലുള്ള എനർജിയും എന്തിന് ഈക്വൽ ആയിരിക്കും, nh ന്യൂവിന് ഈക്വൽ ആയിരിക്കും. സോ ദീസ് ആർ ദ എനർജി സ്റ്റേറ്റ്സ്
E1, E2, E3 and this energy is always is equal to h nu ആയിരിക്കും. Therefore E1 is equal to 1 h nu. n h nu ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. സോ E1 is equal to 1 h nu. സോ നമ്മളിവിടെ 3 എനർജി സ്റ്റേറ്റ്സ് എടുത്തു, വിച്ച് ഈസ് E1, E2 ആൻഡ് E3. ആൻഡ് ദിസ് എനർജി സ്റ്റേറ്റുകളുടെ എനർജി ഡിഫറൻസ് ഓൾവേസ് ഈസ് ഈക്വൽ ടു NH nu ആയിരിക്കും. അതായത് നമുക്കറിയാം ദിസ് E1 എനർജി, അതായത് E1 എന്ന് പറയുന്ന എനർജിയിൽ ഒരു ആറ്റം ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. ദിസ് ആറ്റം അബ്സോർബ് സം h nu എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ E1 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ നിന്ന് ഈ ആറ്റം ഓർ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് E2 എനർജി സ്റ്റേറ്റിലേക്ക് പോകും. സോ നമുക്കറിയാം എക്സൈറ്റേഷൻ നടന്നാൽ നമുക്കറിയാം ഹയർ എനർജി ലെവലിലേക്ക് പോകും എന്ന് നമ്മൾ +2 ക്ലാസ്സുകളിലെല്ലാം പഠിച്ചതാണ്. സോ നമുക്കറിയാം ഈ E1 എനർജിയിൽ നിന്ന് എനർജി എക്സൈറ്റ് ചെയ്തിട്ട് E2യിലേക്ക് പോകും. അതുപോലെ തന്നെ E2 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്ത് കണ്ട് E1ലേക്കും പോകും, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരും. സോ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ നമുക്കറിയാം ദിസ് ഹയർ എനർജിയിലേക്കും പോകും, ലോവർ എനർജിയിലേക്കും വരും. അതുപോലെ തന്നെ ഈ എനർജിയുടെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഹയർ എനർജി മൈനസ് ലോവർ എനർജി ഈസ് ഓൾവേസ് ഇസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h nu ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു NH nu where n is any integer which can be 1, 2, 3 etc. ആയിരിക്കും. സോ അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് ക്വാണ്ടം Planck's quantum hypothesis, and this confinement of energy changes to a set of discrete steps. This is known as quantization of energy. നമുക്കറിയാം നെക്സ്റ്റ് വരുന്നതാണ്, അതായത് ഈ ഒരു എനർജി ഡിഫറൻസിലെ വിച്ച് ക്യാൻ ബി ഡൺ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h nu, which can be 1 h nu or 2 h nu or 3 h nu etc. ഓൾവേസ് ആൻ ഇൻറ്റിജർ ആയിരിക്കും, ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ആയിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. സോ നമുക്കറിയാം ദിസ് അബ്സോർപ്ഷൻ ഓർ എമിഷൻ ഓഫ് എനർജി is always in a discontinuous manner, not in a continuous manner. അതായത് കണ്ടിന്യൂസ് മാനർ ആയാൽ മാത്രമേ ഒരു ഫ്രാക്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ അവിടെ പോസിബിൾ ആവുകയുള്ളൂ. ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂസ് മാനർ ആണ്. സോ ഫ്രാക്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും പോസിബിൾ ആകില്ല. ഓൾവേസ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. സോ അത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബോർ മോഡൽ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.